അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ തകർക്കുന്ന തരത്തിൽ ഇടപെടുന്ന വ്യക്തിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. നമ്മാമ് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അഥവാ നമീമത്ത് പറയുന്നവൻ. രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഇടപെടുന്നു. ഇയാൾ പറഞ്ഞ മറ്റേയാളെക്കുറിച്ച് പറഞ്ഞ മോശമായ കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് പറയും. ശേഷം ഇയാളെ സംബന്ധിച്ച് പറഞ്ഞ മോശമായ കാര്യങ്ങളെല്ലാം ഇവിടെയും വന്ന് പറയും. ഇങ്ങനെ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേടുണ്ടെങ്കിൽ ആ ഇഷ്ടക്കേടിനെ കൂടുതൽ കൂടുതൽ വളർത്തി പരസ്പര ശത്രുക്കളാക്കി മാറ്റുന്ന തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇടപെടുന്ന ചില സാമൂഹിക ദ്രോഹികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തരക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മനുഷ്യർക്ക് ഈ ലോകത്തിലെ ജീവിതം സന്തോഷകരമാകുന്നത് പരസ്പരം സ്നേഹത്തോടെ കലഹങ്ങളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ്. അതൊരു കുടുംബത്തിലാണെങ്കിലും സാമൂഹികമായ ജീവിതക്രമത്തിലാണെങ്കിലും ഒരു നാട്ടുകാരെന്ന നിലയ്ക്കാണെങ്കിലും ഏതൊരവസ്ഥയിലും മനുഷ്യർ പരസ്പരം പൊരുത്തത്തോടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് ജീവിതം ആസ്വാദനകരമായി മാറുന്നത്. പക്ഷെ ജനങ്ങളെ ബോധപൂർവം തമ്മിൽ അകറ്റുന്ന ജനങ്ങൾ, അത് അവർ ചെയ്യുന്നത് വലിയ സാമൂഹികമായ തിന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനക്കാരായ അൻസാറുകളായ സഹാബാക്കൾക്ക് ചെയ്ത അനുഗ്രഹത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത നിഅമത്ത് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇത് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങൾ ശത്രുക്കളായി കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ മനസ്സുകളെ ഇണക്കി ചേർത്തത് അള്ളാഹുവാണ്. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. അങ്ങനെ നിങ്ങൾ സഹോദരങ്ങളായി മാറി. അപ്പോൾ പരസ്പരം പിണക്കത്തിൽ കഴിയുന്ന ശത്രുതയിൽ കഴിയുന്ന ജനങ്ങൾ ഒന്നായി ചേരുന്നത്, സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിയാൻ സാധിക്കുന്നത്, അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് നാം കാണേണ്ടത്. അങ്ങനെ ഒന്നായി കഴിയുന്ന ആൾക്കാരെ പരസ്പരം അകറ്റുന്നവർ അപ്പോൾ എത്ര ഗൗരവമായ സാമൂഹിക തിന്മയായിരിക്കും ചെയ്യുന്നതെന്ന് ആലോചിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന വളരെ പ്രബലമായ റിവായത്തിൽ ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ഖബറിൻ്റെ അടുത്തിലൂടെ നടന്നു പോവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖബറിലുള്ളവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ ശിക്ഷിക്കപ്പെടുന്നത് വളരെ ഗൗരവമുള്ള കാര്യത്തിലൊന്നുമല്ല. വമാ യുഅസ്സബാനി ഫീ കബീർ. ഗൗരവമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗൗരവമില്ലാത്ത കാര്യത്തിൽ ശിക്ഷിക്കപ്പെടുന്നു എന്നല്ല. അവർ അതിനെ ഗൗരവമായി എടുത്തിട്ടില്ല. അവർ അവരുടെ ഒരു ജീവിത രീതിയായി മാത്രം അതിനെ കണ്ടു. ആ രീതിയിൽ ഒരു ഗൗരവവും കൊടുക്കാതെ ചെയ്തു പോന്നിരുന്ന ഒരു കാര്യം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായിട്ട് പറഞ്ഞ ആള് ഇത്തരത്തിൽ ജനങ്ങളെ ഇടയിൽ ഇടപെടുന്ന, ജനങ്ങളെ തമ്മിൽ അകറ്റുന്ന ആൾക്കാരാണ്. അത്തരക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബാക്കളോട് ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബി ഖിയാരിക്കും. നിങ്ങളുടെ ഏറ്റവും നല്ല മനുഷ്യരാരാന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന ഇദാ റുഉ ദുക്റല്ലാഹ്. ചില മനുഷ്യരുണ്ട്, അവരെ കാണുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരും. ആ തരത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന, നല്ല ജീവിത ചര്യകളും ജീവിത മര്യാദകളും പാലിച്ച് കഴിയുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഏറ്റവും നല്ല മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിശിറാറിക്കും. നിങ്ങൾ ഏറ്റവും മോശക്കാരാരെന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അൽ മശാഊന ബിൻ നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ. ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ബന്ധങ്ങൾ തകർക്കുന്നവർ, ഇവരാണ് ഏറ്റവും മോശമായ ആൾക്കാരെന്നും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ചുരുക്കത്തിൽ മനുഷ്യർ തമ്മിൽ നല്ല ബന്ധമാണ് വേണ്ടത്. ആ നല്ല ബന്ധം നിലനിർത്താൻ വേണ്ടുന്നത് എന്താണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കളവ് പറയൽ പോലും അനുവദനീയമായൊരു സന്ദർഭമാണ്. രണ്ട് മനുഷ്യർ തമ്മിൽ പിണങ്ങി കഴിയുകയാണെങ്കിൽ അവിടെ ഈ വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിന്നെക്കുറിച്ച് അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് വെറുപ്പൊന്നുമില്ല നിന്നോട് എന്നൊരു അല്പം വാക്കുകൾ കൂട്ടി കളവുകൾ ചേർത്ത് പറഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങൾ പിണങ്ങിക്കഴിയുന്നവരെ ഇണക്കുകയാണ് വേണ്ടത് എന്ന് നമുക്ക് ഇസ്ലാമികമായ പാഠങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ പരസ്പരം ഇണക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കേണ്ടടുത്ത് പിണക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഏറ്റവും വലിയ സാമൂഹിക തിന്മ ചെയ്യുന്നവർ. അവർ അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യഹ്യ ബിൻ അക്സം എന്ന മഹാൻ പറയുന്നത്, ഏഷണിക്കാർ മാരണക്കാരേക്കാൾ വലിയ അപകടകാരികളാണ്. കാരണം
മാരണക്കാർ ദീർഘനാൾ പണിയെടുത്തിട്ടാണ് രണ്ടുപേരെ തമ്മിൽ അകറ്റുന്നത്, രണ്ടുപേരെ ശത്രുക്കളാക്കി മാറ്റുന്നത്. എന്നാൽ ഏഷണിക്കാർ കുറഞ്ഞ സമയം കൊണ്ട് ആ പണി ചെയ്തു തീർക്കുന്നു. അതുകൊണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവരെക്കാൾ അപകടകാരികളാണ് ഇവരെന്ന്. മറ്റൊരു മഹാൻ പറയുന്നുണ്ട്, ഷെയ്ത്താൻ എടുക്കുന്ന പണിയേക്കാൾ അപകടം പിടിച്ച പണിയാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഷെയ്ത്താൻ മനുഷ്യൻ്റെ മനസ്സിൽ വിവിധ ചിന്തകൾ ഉണ്ടാക്കിയിട്ടാണ് വഴികെടുത്തി കളയുന്നതെങ്കിൽ ഇവർ മറഞ്ഞിരുന്നുള്ള പ്രവൃത്തിയല്ല, ഇവർ നേർക്ക് നേരെ മനുഷ്യന് മുഖാമുഖം പണിയെടുക്കുന്നവരാണ്. മനുഷ്യരെ തമ്മിലകറ്റാൻ വേണ്ടി മുഖാമുഖം പണിയെടുക്കുന്ന ഇവർ മറഞ്ഞിരുന്ന് പണിയെടുക്കുന്ന ഷെയ്ത്താനേക്കാൾ അപകടകാരി എന്ന് അദ്ദേഹം പറയാണ്. ഇങ്ങനെ പല വചനങ്ങളും നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആരെങ്കിലും നിന്നോട് മറ്റൊരാളെ സംബന്ധിച്ച് ദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ മനസ്സിലാക്കിക്കോ, നിന്റെ ദോഷങ്ങൾ അയാൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ശീലമുള്ളയാളാണ്. ഒരാളുടെ ദോഷം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ശീലമുള്ള വ്യക്തി മറ്റുള്ളവരുടെ ദോഷം നിന്നോട് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കില്ല, നിന്റെ കാര്യങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞു നടക്കുന്ന, അതൊരു പ്രകൃതത്തിൻ്റെ പേരാണ്. അല്ലാതെ ചില വ്യക്തികളുടെ വിഷയത്തിൽ ഇടപെടാനുള്ള ആഗ്രഹം മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ പ്രകൃതമാണത് എന്ന് മഹാനായ ഹസൻ അൽ ബസരി റഹിമഹുല്ലായുടെ വാക്കിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ മനുഷ്യർ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത്. ആ ബന്ധങ്ങളെ മോശമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് ലോകത്തിന് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ്. നിങ്ങൾ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടു കൂടി ജീവിക്കണം. പരസ്പരം വെറുപ്പും ശത്രുതയും വളർത്തരുത്. അതില്ലാതാകാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത് എന്ന്.